പിക്സ്പാക്ക് ജപ്പാൻ എന്ന കമ്പനി നിരവധി പ്രൊജക്ടറുകൾ പുറത്തിറക്കിയിരുന്നു. അതിൽ കുറേയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് മുൻപ് പല വീഡിയോകളിലായിട്ട്. അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വിവിഡ് എന്ന മോഡൽ പ്രൊജക്ടർ. ഇതൊരു സ്മാർട്ട് പ്രൊജക്ടറാണ്. അതായത് ഇത് ആൻഡ്രോയിഡ് അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു സെറ്റ് ടോപ്പ് ബോക്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിനകത്ത് തന്നെ ഹോട്ട്സ്റ്റാറോ പ്രൈം വീഡിയോ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലുള്ള സിനിമകൾ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അതിലുള്ള ഈ ഒരു പ്രൊജക്ടറിൻ്റെ പ്രധാന പ്രത്യേകതകളായിട്ട് കമ്പനി അവകാശപ്പെടുന്നത് ഇത് 10-200 ലൂമൻസ് ബ്രൈറ്റ്നസ് ഉണ്ട്. അതായത് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. നമ്മൾ ആൻസി ലൂമൻസ് പറയുകയാണെങ്കിൽ 850 ആൻസി ലൂമൻസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. അപ്പോൾ എങ്ങനെയുണ്ട് ബ്രൈറ്റ്നസ് എന്നും അതുപോലെ മറ്റു ഇതിൻ്റെ കളർ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു ഫീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെറിയ ഒരു വിവരണത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും സമയങ്ങളാതെ അൺബോക്സ് ചെയ്യാം. ഇതുപോലൊരു ബോക്സിലാണ് ഈ ഒരു പ്രൊജക്ടർ നമുക്ക് കിട്ടുന്നത്. പാക്കേജിന് പുറത്ത് പിക്സ്പാക്കിൻ്റെ പേരല്ലാതെ മോഡലിൻ്റെ പേരൊന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല. ഈ ബോക്സ് തുറന്നാൽ പേപ്പർ ബോക്സും അതിനിടയിലായിട്ട് പ്രൊജക്ടറും കാണാം. പ്രൊജക്ടർ കൂടാതെ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കേജിലുണ്ടാവുക. ഒരു റിമോട്ട്, ഒരു HDMI കേബിൾ, ഒരു പവർ കോഡ്, ഒരു AV കോഡ്, പിന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡും അത്രയുമുണ്ട്. പ്രൊജക്ടർ കുറച്ച് വലിപ്പം തോന്നിക്കുന്ന ഒരു ഡിസൈനാണ്. ഒരു കോഫി ബ്രൗൺ നിറമാണ് ഇതിൻ്റെ ബോഡിക്കൊക്കെ. മുകൾ ഭാഗത്തായിട്ട് പിക്സ്പാക്കിൻ്റെ ബ്രാൻഡിങ്ങും മുകളിൽ തന്നെ ഒരു സൈഡിലേക്ക് ചേർത്ത് ഇതുപോലെ കുറേ കൺട്രോളുകളും നിരത്തി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ പ്രൊജക്ടർ ലെൻസും സെൻസറുകളും കാണാം. മാനുവൽ ലെൻസ് ഫോക്കസ് അഡ്ജസ്റ്ററോ അല്ലെങ്കിൽ കീസ്റ്റോൺ കറക്ഷനോ ഈ ഒരു പ്രൊജക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സൈഡിൽ നോക്കിയാൽ എയർ വെൻറ്റ് കാണാം. ഇതുപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമുണ്ട്. അവിടെ നമുക്ക് എയർ ഫിൽറ്റർ ഡസ്റ്റ് കൂടുതലാകുമ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തിടാനും സാധിക്കും. റിയർ സൈഡിൽ കുറച്ച് പോർട്ടുകളുണ്ട്. ലാൻ പോർട്ട്, 2 USB പോർട്ട്, 2 HDMI ഇൻപുട്ട്, ഒരു ഓഡിയോ ഔട്ട്പുട്ട് പോർട്ട്, പിന്നെ AV ഇൻപുട്ട് പോർട്ട്. ഇതെല്ലാം ഒരു ലൈനിലും പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇത്തിരി മാറിയും കാണാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പ്രൊജക്ടർ നമ്മൾ ഓണാക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇത് ആൻഡ്രോയിഡ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം വീഡിയോ, ഡിസ്നി അങ്ങനെയുള്ള കുറേ അധികം OTT പ്ലാറ്റ്ഫോമുകളുടെ ടൈൽഡ് ആയിട്ടുള്ള ഐക്കണുകൾ കാണാം. ഈ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് താഴേക്ക് നോക്കിയാൽ കുറച്ച് വീഡിയോ കണ്ടൻറ്റുകൾ സജഷൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പല OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമുള്ള സജഷൻസാണ്. മുകളിൽ നമ്മൾ ആപ്സ് എന്നത് സെലക്ട് ചെയ്താൽ നിരവധി ആപ്ലിക്കേഷൻസ് കാണാം. ഇവിടെ ആപ്പ് സ്റ്റോർ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനൊക്കെ തന്നെ അതിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുള്ള സ്റ്റോറേജൊക്കെ ഈ ഒരു പ്രൊജക്ടറിലുണ്ട്. 8 GB സ്റ്റോറേജും അല്ല 1 GB റാമുമാണ് ഈ ഒരു പ്രൊജക്ടറിനകത്തുള്ളത്. ഇനി നമ്മൾ വീഡിയോ എന്ന ടാബ് എടുത്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ പല OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള സജഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് കാറ്റഗറി ആയിട്ടും തിരിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മ്യൂസിക് എന്ന സെക്ഷനിലും നമുക്ക് ഇത്തരത്തിലുള്ള ഫയലുകൾ അത് കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ സജഷൻസും കാണാം. ഇവിടെ നമ്മൾ സെറ്റിങ്സ് സെലക്ട് ചെയ്താൽ ഇത്തരത്തിൽ 10 ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ 2-3 ഓപ്ഷൻസ് മാത്രമേ ഇതിൽ പ്രധാനപ്പെട്ടതുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തേത് നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണ്. നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കാം. വൈഫൈ എന്നത് ഇവിടെ നമുക്ക് 5G ബാൻഡും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഡുവൽ ബാൻഡ് സപ്പോർട്ട് ഈ ഒരു പ്രൊജക്ടറുണ്ട്. ഇത് കൂടാതെ നമുക്ക് ലാൻ കേബിൾ വഴിയും ഇതിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് പ്രൊജക്ഷൻ സെറ്റിങ്സിലേക്ക് കടന്നു നോക്കാം. ഇവിടെ പ്രൊജക്ഷൻ സെറ്റിങ്സിൽ ആദ്യത്തെ സെറ്റിങ്സ് നമ്മൾ പ്രൊജക്ടർ ടേബിൾ ടോപ്പ് ആയിട്ടാണോ വെക്കുന്നത് അല്ലെങ്കിൽ വാൾ മൗണ്ട് ആയിട്ടാണോ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ അതിലെ ദൃശ്യങ്ങൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തേത് സൂം സെറ്റിങ്സ് ആണ്. നമുക്ക് പ്രൊജക്ഷൻ സ്ക്രീൻ നമ്മൾ വച്ചിരിക്കുന്ന സ്ക്രീന് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് അതിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വലിപ്പം കുറച്ച് വയ്ക്കാം. നമ്മുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂം സെറ്റിങ്സ് ഉണ്ട്. അത് വെർട്ടിക്കലുണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. അടുത്ത ഓപ്ഷൻ ഓട്ടോ ഫോക്കസ് ആണ്. സാധാരണ നമ്മൾ കാണുന്ന പ്രൊജക്ടറുകളിൽ ദൃശ്യങ്ങൾ ബ്ലറായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊജക്ടറിനടുത്ത് ചെന്നിട്ട് അതിൻ്റെ കൺട്രോൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് റിമോട്ടിലൂടെയോ അല്ലെങ്കിൽ ഓട്ടോ ഫോക്കസ് എന്നത് എനേബിൾ ആക്കിയിട്ടോ ആ ഒരു ഫോക്കസ് കൃത്യമാക്കിയിട്ട് ആ ബ്ലർ ഒഴിവാക്കാൻ പറ്റും. അടുത്ത ഓപ്ഷൻ ഓട്ടോ ട്രാപ്സോയിഡ് ആണ്. അതായത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ദൃശ്യങ്ങളുടെ കോർണറുകൾ നമുക്ക് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് അത് ഓട്ടോ സൗകര്യം ഇതിലുണ്ട്. ഇതല്ല എങ്കിൽ നമുക്ക് മാനുവലായിട്ട് 4 പോയിൻറ്റും 4 സൈഡും കീസ്റ്റോൺ കറക്ഷനും ഇതിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ വച്ചിരിക്കുന്ന സ്ക്രീനിന് അകത്ത് തന്നെ ഓരോ കോർണറും നിൽക്കുന്ന രീതിയിൽ നമുക്ക് വിഷ്വലുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ സ്ക്രീനിന് മുന്നിലുള്ള തടസ്സങ്ങൾ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളൊരു ഭാഗത്തേക്ക് മാത്രം പ്രൊജക്ഷൻ സെറ്റ് ചെയ്യുന്ന ഓട്ടോ ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ്, അതുപോലെ തന്നെ ഓട്ടോ സ്ക്രീൻ അങ്ങനെയൊക്കെയുള്ള സെറ്റിങ്സുകളും ഇതിൽ ലഭ്യമാണ്.
പിന്നെ നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോണിലെ കാണുന്ന പോലത്തെ ഒരു മെമ്മറി ക്ലീനറും ഈ ഒരു പ്രൊജക്ടറിൽ ലഭ്യമാണ്. ഈ ഒരു പ്രൊജക്ടറിൽ കാസ്റ്റിംഗ് സൗകര്യം ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയാലും അതുപോലെ ഐഫോൺ ആയാലും അത് മിറർ ചെയ്തിട്ട് അതിനുള്ളിലുള്ള കണ്ടൻറ്റുകൾ ഇതുപോലെ വളരെ വലിയൊരു സ്ക്രീനിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതിൻ്റെ നേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി ആണ്. അതായത് 1080 പിക്സലാണ് നേറ്റീവ് റെസൊല്യൂഷൻ. എന്നാൽ തന്നെ നമ്മൾ ഫയൽ മാനേജർ വഴി ചില 4K ഫയലുകൾ, അത് ഇപ്പോൾ MP4 ഫോർമാറ്റിലുള്ളതൊക്കെ ചിലതൊക്കെ പ്ലേ ആകുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് റെസൊല്യൂഷൻ യഥാർത്ഥത്തിൽ അത് ഫുൾ എച്ച് ഡി ആണ്. അപ്പോൾ പ്രൊജക്ടറിൻ്റെ വിശേഷങ്ങളും എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പ്രൊജക്ടറുകൾ പരിചയപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഇത്തരത്തിലുള്ള പ്രൊജക്ടറിന്, പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വിലയാകുമായിരുന്നു. അത് മാത്രമല്ല ആ വിലയോടൊപ്പം തന്നെ ബ്രൈറ്റ്നസ് ശരിക്കും കുറവുമായിരുന്നു. ഇന്ന് എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്ടറുകൾ വളരെ വില കുറച്ച് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കൂടിയിട്ടുമുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഇന്ന് ബ്രൈറ്റ്നസ് കൂടുതലുള്ള പ്രൊജക്ടറുകൾ നമുക്ക് വില കുറച്ചാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 22,990 കേട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ R8 എന്ന കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 14,990 ലഭിക്കും. അപ്പോൾ ആ ഒരു പ്രൈസിന്, അതായത് 15,000 രൂപയിൽ താഴെ ഒരു മികച്ച പ്രൊജക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു മോഡലാണ്. കാരണം അത്ര രീതിയിലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. 850 ആൻസി ലൂമിൻസ് എന്നൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിട്ടും നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രൊജക്ടറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെക്കുമുണ്ട്. പിന്നെ 1 വർഷമാണ് കമ്പനിന് വാറണ്ടി വരുന്നത്. വാറണ്ടിക്ക് നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരും, അല്ലാണ്ട് കേരളത്തിൽ സർവീസ് സെൻ്റർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു പ്രൊജക്ടറാണ്. ഇനി നിങ്ങളൊരു പ്രൊജക്ടർ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ളൊരു ബഡ്ജറ്റ് നോക്കും, എന്തൊക്കെ സ്പെക്ക് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ പിക്സ്പാക്കിൻ്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. വാങ്ങുന്നവർക്ക് അത് ഉപകാരപ്രദമാകും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.